ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എന്നത്തെയും പോലെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ടോക്കിലോട്ടല്ല പോകുന്നത്. സാധാരണ എൻ്റെ വീഡിയോ എല്ലാം ട്യൂട്ടോറിയൽസ് ആണല്ലോ. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനലിൽ ട്യൂട്ടോറിയൽസും ടിപ്സ് ആൻഡ് ട്രിക്സും മാത്രമല്ല ഫിലിം മേക്കിങ്ങിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇത് അങ്ങനത്തെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. ഞങ്ങൾ റീസെൻ്റ്ലി ആയിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ്ങിനായിട്ട് ഡെസേർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഹോൾ ഡേ ഡെസേർട്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു ചെറിയ വ്ലോഗ് പോലെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡെസേർട്ടിൽ ഉപയോഗിച്ച കുറച്ച് കാര്യങ്ങളും, നമ്മൾ ലൈറ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്തത്, എക്യുപ്മെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്തത്, നമ്മൾ എന്തുമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ, ഞങ്ങൾ ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഞാനും സെറ്റിൽ റോൾ ഉണ്ടായിരുന്നു. ഞാൻ ബെസ്റ്റ് ബോയ് ആയിരുന്നു. ബെസ്റ്റ് ബോയ്ക്ക് എന്താണെന്ന് ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ അതിന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ബെസ്റ്റ് ബോയ് ആയതുകൊണ്ട് എനിക്കും റോൾ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് സെറ്റിൽ വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് പ്രത്യേകം BTS ഗായ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ബിഹൈൻഡ് ദ സീൻസ് മാത്രം എടുക്കാൻ വേണ്ടി നമ്മൾ ഒരാൾ അസൈൻ ചെയ്യും. അയാൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറേ കവറേജും വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കളക്ട് ചെയ്തെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടിട്ടോ, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ തന്നെ ഇപ്പോൾ ഡയറക്റ്റ് ഒരു ഡെസേർട്ടിൻ്റെ മിഡിലാണ്. അതായത് എൻ്റെ ചുറ്റും കണ്ടോ, ഫുള്ള് ഡെസേർട്ടാണ്. ഇവിടെ ലൈറ്റിംഗ് ഇല്ല. ഞാൻ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനൽ ട്യൂട്ടോറിയൽസ് മാത്രമല്ല ഫിലിം മേക്കിങ്ങിൻ്റെ കണ്ടൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇത് അങ്ങനത്തെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. ഇത് നമ്മളൊരു എൻറ്റയർ അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ്ങിൻ്റെ പ്രോസസ്സാണ് കാണിക്കുന്നത്. ഇതിപ്പം ഡെസേർട്ടിൻ്റെ മിഡിലായതുകൊണ്ട് കുറച്ച് അഡ്വഞ്ചറിസ്റ്റിക് ആണ്. അതായത് കുറച്ച് ഡ്യൂൺസും കുറേ സാൻഡൊക്കെയാണ്. അതിലൊക്കെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പം ടൈം എന്ന് പറയുന്നത് 3:54 ആണ്. 3 AM ആയിരുന്നു കോൾ ടൈം. നമ്മൾ 3 AM തന്നെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ക്രൂവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കാണാൻ പറ്റുന്ന അറിയത്തില്ല, വരച്ച ദൂരെയാണ്. ഞാൻ ഇച്ചിരി ഷൂട്ട് നടക്കുന്നില്ല, കറക്റ്റ് ആക്ച്വൽ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഫിലിം മേക്കിംഗ് ക്യാമറ റിലേറ്റഡ് കണ്ടൻറ്റിലെ ഫസ്റ്റ് സീരിയസ് വീഡിയോ ആണ്. ഇങ്ങനത്തെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആഗ്രഹമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഇപ്പോൾ ഏകദേശം ടൈം ഒരു 4:30 ആയിട്ടുണ്ട്. 4:30 AM ആണ്. നമ്മൾ ഏകദേശം സൺറൈസിനോടാണ് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ സെറ്റപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. കാരണം ഷൂട്ട് ടൈം അടുത്ത് വരുന്നുണ്ട്. എൻ്റെ എൻ്റയർ ക്രൂ മൊത്തം ഫുള്ള് സെറ്റപ്പിൻ്റെ പാർട്ടിലാണ്. ഇനി സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ ലൈറ്റ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് റിഫ്ലക്റ്റേഴ്സും നമ്മൾ നാച്ചുറൽ ലൈറ്റിനെ തന്നെ മോട്ടിവേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ കാണിച്ചു തരാം. ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ക്വാളിറ്റി തരണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ആ ടോപ്പ് പാർട്ടുണ്ട്, അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളത്. എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാറിൻ്റെ അകത്തുണ്ട്. നമുക്ക് എല്ലാം അവിടെ സെറ്റപ്പ് ചെയ്യണം. നമ്മൾ നേരത്തെ കാണിച്ച ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു. കാരണം സേഫ്റ്റി ഹസാർഡായിട്ട് നമ്മൾ കുറച്ച് സ്നേക്സും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ലൊക്കേഷൻ സ്കൗട്ടിങ്ങിൻ്റെ സമയത്ത് കണ്ടിട്ടില്ല, പക്ഷേ ഈ പ്രാവശ്യം കണ്ടു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുവാണ്. ഇനി അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ ശേഷം നമ്മൾ സൺലൈറ്റ് കണ്ടു. ഇവിടെ ഫസ്റ്റ് ഷൂട്ട് റണ്ണിങ് ആണ്. അതിൻ്റെ നമ്മളെ സൺ റണ്ണിൻ്റെ പിറകിലുണ്ട്. ഹിയർ ദ ഷൂട്ട് ഈസ് ഹാപ്പനിങ്. ഓൾമോസ്റ്റ് നമ്മൾ ക്രൂവും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയും ക്രൂസ് വരാനുണ്ട്. ഓൾറെഡി നമ്മളൊരു ഷൂട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. Guys, just animal on set. I don't know where this camel came from, but yeah, they came all the way from there to our location.
ഓക്കെ, സോ ഹായ് ഗായ്സ്. സോ ഓക്കെ, നമ്മൾ ഷൂട്ട് ഏകദേശം ഫസ്റ്റിൽ ഏകദേശം ഒരു പാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും ബ്രേക്കിന് പോയിരിക്കുകയാണ്. സോ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 10:26 ആണ്, AM ആണ്. ഏകദേശം 5 PM വരെയാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതിന് മുമ്പ് തീർക്കുവാണെങ്കിൽ നേരത്തെ റാപ്പപ്പ് ചെയ്യും. സോ യാ, ഇനി അടുത്ത ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ബാക്കി വീഡിയോസൊക്കെ കാണിച്ചു തരാം. സോ ഏകദേശം ഷൂട്ടൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ എൻ്റെ റോൾ പറഞ്ഞില്ലല്ലേ. ഞാൻ ഇതിൽ നമ്മളെ സെറ്റിൽ ഒരു റോളുണ്ട്, ബെസ്റ്റ് ബോയ്. സോ അതായത് മെയിൻലി ഗ്യാഫർ എന്ന് പറയുന്നത് ലേറ്റ് ചെയ്യുന്ന ആളാണ്. ലേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഒരു കോ വർക്കർ എന്നൊക്കെ പറയുന്നതാണ് ബെസ്റ്റ് ബോയ്. സോ ഹായ് ഗൈസ്, നമ്മൾ ലഞ്ച് ബ്രേക്ക് എല്ലാം കഴിഞ്ഞു. ഏകദേശം നമ്മളൊരു ഓൾമോസ്റ്റ് ഇന്നത്തെ റാപ്പപ്പ് ചെയ്യാനുള്ള സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഇപ്പോൾ ടൈം എന്ന് വെച്ചാൽ 15:23, അതായത് 3:23 ആണ്. നമ്മൾ 6:30 മുതൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 3 AM മുതൽ ലൊക്കേഷനിലുണ്ട്. സോ ഇറ്റ്സ് ബീൻ ഐ തിങ്ക് 12 hours or more than 12 hours of shoot, but it's fine. We are on the desert, like yeah, still the shoot is all going on. വർക്ക് ചെയ്യുന്നതുകൊണ്ട്, ഷൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം എനിക്ക് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്നെ കൊണ്ടൊക്കെ പറ്റുന്നെങ്കിൽ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് BTS വീഡിയോ ഒക്കെ ഓൾറെഡി ഇപ്പോഴത്തെ ആളുണ്ട്. സോ അതിൽ നിന്നൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സോ ഇനി ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട്, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം. How do you feel after first day? That's why. Excited. Yes, when I came to
സോ അതായിരുന്നു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു. സോ നിങ്ങൾ കുറച്ച് പാട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ ഇങ്ങനത്തെ മോർ സീരീസ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇടുക കേട്ടോ. സോ ഞാൻ പറഞ്ഞു ഞാൻ സെറ്റിൽ ബെസ്റ്റ് ബോയ് ആയിരുന്നു. ബെസ്റ്റ് ബോയ് എന്ന് പറയുന്നത് നമ്മളെ ഗ്യാഫറുണ്ട്. ഗ്യാഫർ എന്ന് പറഞ്ഞാൽ മെയിൻ ലൈറ്റ് ചെയ്യുന്ന ആളാണ്, ഹെഡ് ഓഫ് ലൈറ്റിംഗ് ആണ് ഗ്യാഫർ എന്ന് പറയുന്നത്. സോ ഗ്യാഫറിൻ്റെ ഒരു മെയിൻ കോ വർക്കർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നതാണ് ബെസ്റ്റ് ബോയ്. ഗ്യാഫറിൻ്റെ എന്നൊക്കെ പറയുന്നത് കയ്യാളെന്നൊക്കെ പറയാൻ വേണ്ടി. കാരണം ഗ്യാഫർ ലൈറ്റ് പരമായിട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും ബെസ്റ്റ് ബോയ് ആണ് വിളിച്ചിട്ട് ബൈ കാര്യങ്ങളൊക്കെ മെയിൻ അസിസ്റ്റൻറ്റ്, മെയിൻ ഗ്യാഫർ കഴിഞ്ഞാൽ ബെസ്റ്റ് ബോയ് ആണ് ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മെയിൻ ആയിട്ടുള്ളത്. സോ അതാണ് ബെസ്റ്റ് ബോയുടെ റോൾ. സോ എനിക്ക് ആ റോളായിരുന്നു. സോ ഡെസേർട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. കാരണം ഞങ്ങൾ ഇലക്ട്രോണിക്സ്, നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടാണ് ഞങ്ങൾ ഇലക്ട്രിക്കലായിട്ട് വരുന്ന ലൈറ്റ്സൊന്നും ഉപയോഗിച്ചില്ല. നമ്മൾ അതിന് പകരം ഈ റിഫ്ലക്റ്റേഴ്സും ഡിഫ്യൂസേഴ്സുമാണ് ഉപയോഗിച്ചത്. റിഫ്ലക്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം, ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അതായത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും, നമ്മൾ ഇപ്പോൾ സൺലൈറ്റ് ആണല്ലോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സൺലൈറ്റിനെ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അതായത് നമ്മൾ നാച്ചുറൽ ലൈറ്റിനെ മോട്ടിവേറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പം മിററൊക്കെ വെച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ ഒരു റിഫ്ലക്റ്റിംഗ് മെറ്റീരിയൽ കാണും, അത് നമ്മൾ ലാസ്ട്രോ ലൈറ്റ് എന്ന് പറയും. സോ അതിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് അതിനിങ്ങനെ ഷോ ചെയ്യുകയാണെങ്കിൽ ആ റിഫ്ലക്ഷൻ, നമ്മുടെ ഒറിജിനൽ ലൈറ്റിൻ്റെ, നമ്മളെ സൺലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും നമ്മളെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റിലോട്ട് അടിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് നാച്ചുറൽ ലൈറ്റിംഗ് തന്നെ കിട്ടും. നമ്മൾ ഒരു ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് മെയിൻലി നമുക്ക് ലൈറ്റ് വെച്ചിട്ട് വലിയ കാര്യമില്ല. എപ്പോഴും ഇങ്ങനത്തെ റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും യൂസ് ചെയ്യും. എങ്കിലും നമുക്ക് സോഴ്സ് ഉണ്ടെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ ഡിഫ്യൂസർ ഉപയോഗിച്ചിട്ടുണ്ട്. ഡിഫ്യൂസർ എന്ന് വെച്ചാൽ ഇപ്പം സണ്ണ് പൊസിഷൻ ചേഞ്ച് ചെയ്യില്ല, നമ്മൾ പുറത്താണല്ലോ. സോ അപ്പം സണ്ണ് ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ആകുന്നതനുസരിച്ച് പല സമയത്ത് നമുക്ക് ചിലപ്പോൾ ഹാർഷ് സൺലൈറ്റിൽ ഷൂട്ട് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹാർഷ് സൺലൈറ്റിൽ അടിക്കുന്ന സ്ഥലത്ത് ഈ ഡിഫ്യൂസർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹാർഷ് സൺലൈറ്റ് നമുക്ക് സോഫ്റ്റ് ആക്കാൻ പറ്റും. സോ സോഫ്റ്റ് ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓവർ എക്സ്പോസ് ആകത്തില്ല, നമുക്കൊരു കറക്റ്റ് ഒരു സോഫ്റ്റ്നെസ്സിൽ കിട്ടുന്നതായിരിക്കും. സോ അതിനെ നമ്മൾ ഡിഫ്യൂസ് ഉപയോഗിക്കുന്നത്. പിന്നെ പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് എപ്പോഴും സ്ഥിരമാണ്, നമ്മൾ ഡിഫ്യൂസിങ് അല്ലെങ്കിൽ റിഫ്ലക്റ്റർ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. പിന്നെ കൂടുതലും ഹാർഷ് സൺലൈറ്റ് സമയത്ത് ഷൂട്ട് ചെയ്തിരിക്കുക. പിന്നെ നമ്മൾ ഫുൾ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ അന്ന് ഹാർഷ് സൺലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. കാരണം നമ്മളെ എക്യുപ്മെൻറ്റ്സും ഡിഫ്യൂസ് ചെയ്യാനുള്ള സാധനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടപ്പോൾ നിങ്ങൾ കഴിയുന്നത് ഷൂട്ട് ചെയ്തിരിക്കുക. ഇനി നിങ്ങൾക്ക് ഹാർഷ് സൺലൈറ്റിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഓവർ എക്സ്പോഷർ അല്ലാത്ത നല്ലൊരു ക്ലീൻ സോഫ്റ്റ് ലുക്കും കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ അതിലൊരു സ്ഥലത്ത് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. സത്യം പറഞ്ഞാൽ ഗ്രീൻ സ്ക്രീൻ നമ്മൾ പുറത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ക്ലോത്ത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതണക്ക് നിങ്ങൾ കണ്ടില്ല, ഭയങ്കര വിൻഡി ഏരിയ ആയിരുന്നു. സോ വിൻഡി സമയത്ത് നമ്മൾ ക്ലോത്ത് നിൽക്കത്തില്ല. സത്യത്തിൽ ഗ്രീൻ സ്ക്രീൻ നമ്മൾ ക്ലോത്ത് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇൻഡോറിൽ മാത്രമേ ഉപയോഗിക്കുക, ഔട്ട്ഡോറിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളത് ഉപയോഗിച്ചത്. പിന്നെ അതിന് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു വിൻഡിലേക്ക് അത്യാവശ്യം ഈ സി സ്റ്റാൻഡ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആംസ് പോലെയൊക്കെ സംഭവങ്ങൾ വെച്ച് നമ്മൾ അത്യാവശ്യം കഴിയുന്ന രീതിയിൽ സ്റ്റഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു സ്റ്റഡി ഗ്രീൻ സ്ക്രീൻ കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റിൽ നമ്മൾ ഗ്രീൻ സ്ക്രീനിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഷോട്ടിൽ മാത്രമേ, ജസ്റ്റ് 3 seconds മാത്രമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. സോ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സെപ്പറേറ്റ് പോസ്റ്റായിട്ടോ റീലായിട്ടോ ഒരു സെപ്പറേറ്റ് വീഡിയോ അതിൻ്റെ ബ്രേക്ക് ഡൗൺ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ പറഞ്ഞു വന്നത് ഗ്രീൻ സ്ക്രീൻ നമ്മൾ പുറത്ത് ഉപയോഗിക്കുമ്പോൾ ഗ്രീൻ വോളോ അല്ലെങ്കിൽ ഗ്രീൻ ബോർഡൊക്കെ ഉപയോഗിക്കാവും. പിന്നെ ഗ്രീൻ സ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഗ്രീൻ സ്ക്രീൻ നിങ്ങൾക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡെസേർട്ടിലോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ഷൂട്ടിൽ എപ്പോഴും നമ്മൾ എക്യുപ്മെൻറ്റ്സ് സേഫായിട്ട് വെക്കണം. കാരണം ലെൻസിലോ ക്യാമറയിലോ ഒക്കെ സാൻഡൊക്കെ കയറിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ലൈറ്റ് എക്യുപ്മെൻറ്റ്സിലും അങ്ങനെ തന്നെ നമുക്ക് വളരെ സേഫായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡെസേർട്ടിൽ സെപ്പറേറ്റ് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എക്യുപ്മെൻറ്റ്സ് മാത്രം വെക്കാനായിട്ട്. കാരണം ഇതിൽ ഈ ഗിംബൽ അതുപോലത്തുള്ള ലെൻസിൻ്റെ അകത്തൊക്കെ സാൻഡൊന്നും കയറിയാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പോലും പറ്റാതാവും. സോ എക്യുപ്മെൻറ്റ്സ് ഡാമേജ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഡെസേർട്ട് ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വിൻഡ് ആയിരിക്കും, ഫുള്ള് സാൻഡ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് എക്യുപ്മെൻറ്റ്സ് വളരെ സേഫായിട്ട് വെക്കാൻ ശ്രമിക്കുക. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ആ ഹോൾ ഡെസേർട്ട് ഷൂട്ടും അതുപോലെ ഞങ്ങൾ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ ഇനി ഇതുപോലെ ഡെസേർട്ട് ഷൂട്ടോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇങ്ങോട്ടൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. സോ ഇനി ഇതേപോലെ മോർ ഫിലിം മേക്കിംഗ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. ഞാൻ ഇനിയും എന്തായാലും ഒരുപാട് ഫിലിം മേക്കിംഗ് കണ്ടൻറ്റൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. സോ ഇതുപോലത്തുള്ള ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഡെയിലി ഡാവിഞ്ചി റിസോൾട്ടിൻ്റെ എഡിറ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഞാൻ ഇനിയും ഇതേപോലൊരു മറ്റൊരു ഡാവിഞ്ചി റിസോൾട്ട് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ട്യൂട്ടോറിയലുമായി വീഡിയോ വരുന്നവരെ ബൈ.